ആരോഗ്യവകുപ്പിനെതിരായ പ്രതിഷേധത്തിൽ വിമർശനവുമായി CPM മുഖപത്രം. കോട്ടയം മെഡിക്കൽ കോളേജിലേത് ഒറ്റപ്പെട്ട സംഭവമാണ്. മരണത്തെ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കാൻ ശ്രമിക്കുന്നു. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ 9 വർഷം മുമ്പ് അധികാരം നഷ്ടപ്പെട്ട അധികാര ദുർമുഖികളുടെ ഗൂഢശ്രമങ്ങളാണെന്നും ദേശാഭിമാനിയുടെ വിമർശനം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിക്കാനിടയായ സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് CPM മുഖപത്രത്തിന്റെ വിമർശനം. മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം എന്ന തലക്കെട്ടോടെ ആരംഭിക്കുന്ന ലേഖനത്തിൽ പ്രതിപക്ഷ പാർട്ടികളെയും മാധ്യമങ്ങളെയും ശക്തമായി വിമർശിക്കുന്നു. കേരളത്തിലെ ആരോഗ്യരംഗം പാശ്ചാത്യ വികസിത സമ്പദ്ഘടനയോട് കിടപിടിക്കുന്നതാണ്. ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം സംസ്ഥാനം കാഴ്ചവെക്കുമ്പോൾ അതിനെ തകർക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന് ദേശാഭിമാനി വിമർശിക്കുന്നു. സർക്കാരിനെതിരായ പ്രതിഷേധ സമരങ്ങൾ നാടകീയ ശ്രമങ്ങളെന്നും ഇതിനു പിന്നിൽ 9 വർഷം മുമ്പ് അധികാരം നഷ്ടപ്പെട്ടുപോയ അധികാര ദുർമോഹികളുടെ ഗൂഢശ്രമമാണെന്നും ദേശാഭിമാനി വിമർശിക്കുന്നു. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാരിനെതിരായ പ്രതിഷേധ സമരങ്ങൾ. കോടികൾ നിക്ഷേപമുള്ള പഞ്ചനക്ഷത്ര ആശുപത്രികളുടെ അച്ചാരം വാങ്ങിയല്ലാതെ സർക്കാർ ആശുപത്രികൾക്കെതിരെ ഇങ്ങനെയൊരു സമരം സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നും ദേശാഭിമാനി ലേഖനത്തിലൂടെ വിമർശിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾ നടത്തുന്നത് നെറികെട്ട ആക്ഷേപങ്ങളാണ് എന്നും ദേശാഭിമാനി പറയുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് സർക്കാരിനെ കളങ്കപ്പെടുത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിലെ പ്രതിഷേധ സമരങ്ങളെന്നും പറഞ്ഞാണ് ദേശാഭിമാനി ലേഖനം അവസാനിപ്പിക്കുന്നത്. ജനം, തിരുവനന്തപുരം.